കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവാർത്ത വിഷിൻ്റെ വചനകിരണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യകത എന്തെന്ന് വെച്ചാൽ, നാം ഈ ലോകത്തിൽ നോക്കാമെങ്കിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യ ജീവിതത്തെ കാണുവാൻ സാധിക്കും. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സന്തോഷം നിറഞ്ഞ കുറേ മനുഷ്യർ, സന്തോഷത്തിലും വളരെയധികം ആഹ്ലാദത്തിലും വളരെയധികമായിട്ടുള്ള സ്നേഹത്തിലും നന്നായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറുഭാഗം നോക്കുമ്പോൾ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണാൻ സാധിക്കും. എന്തെന്ന് വെച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് പോകുന്നതായ ഒരു കൂട്ടം ജനങ്ങൾ, അതേപോലെ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തലമുറ, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ, മാതാപിതാക്കളെ തെരുവോരത്തും വൃദ്ധസദനത്തിലും കൊണ്ട് വിടുന്നതായ മക്കൾ, അതുപോലെ തന്നെ മക്കളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കൾ, മക്കളെ ചോര കുഞ്ഞുങ്ങളെ പോലും വലിച്ചെറിയുന്ന മാതാപിതാക്കൾ. ഇങ്ങനെ നാം നോക്കാമെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരം ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നമുക്ക് ഇതിൽ നിന്നൊരു വലിയ പരിഹാരം തന്നെ ലഭിക്കും. നാം വേദപുസ്തകത്തിലൂടെ നോക്കുമ്പോൾ ഉൽപ്പത്തി 1:1 പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് അവിടെ കാണുവാൻ സാധിക്കും. നാം അവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യവുമായി പോയതെന്ന് നമുക്കറിയുവാൻ സാധിക്കും. ദൈവം സൃഷ്ടിച്ചതായ പലവിധമായ രത്നങ്ങളാൽ ദൈവത്തെ ആരാധിക്കുവാൻ സൃഷ്ടിച്ചതായ ദൂതന്മാർ ദൈവത്തെക്കാൾ വലിയവരാകുവാൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായപ്പോൾ ദൈവം ആ ദൂതന്മാരെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഭൂമി പാഴും ശൂന്യവുമായി തീർന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഭൂമി പാഴും ശൂന്യവുമായതിനെ തുടർന്ന് ഭൂമിയിൽ ഇരുൾ വ്യാപരിക്കുകയുണ്ടായി. ആ ഇരുളാണ് മനുഷ്യ ഹൃദയത്തിലേക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ, അതായത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പലവിധമായ അനീതി പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ജനഹൃദയങ്ങളിൽ വ്യാപരിച്ചത്. ഈ പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൂതനെ വെട്ടി വീഴ്ത്തിയതിൻ്റെ ഫലമായിട്ട് ഒരു പൈശാചിക ശക്തിയാണ് ഈ ഭൂമിയിൽ വ്യാപരിക്കുവാൻ തുടങ്ങിയത്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്യുന്നതിലേക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഭൂമിയിൽ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കുകയും ചെയ്തു. ആ സത്യ വെളിച്ചമായി ഭൂമിയിലേക്ക് കടന്നു വന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നത്. ഈ ഇരുൾ നിറഞ്ഞതായ ഭൂമിയിൽ വെളിച്ചം പകർന്നതുപോലെ അന്ധകാരത്തിൽ കിടക്കുന്നതായ ജനസമൂഹത്തിൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം ഹൃദയങ്ങളിൽ വരുമ്പോൾ ഇരുൾ നിറഞ്ഞതായ അന്ധകാരം എല്ലാം മാറി സത്യ വെളിച്ചമായ യേശു ക്രിസ്തു ജനഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ആ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ നമുക്ക് പാപത്തിൻ്റെ ചിന്തകൾ മാറിക്കൊണ്ട് അനീതിയുടെയും അക്രമത്തിൻ്റെയും പലവിധമായ ദുശ്ശീലങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറി നമ്മൾ സത്യ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കും. ആ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നടക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി, സത്യമുള്ളവരായി, സ്നേഹമുള്ളവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ കാണുവാനുമുള്ള നല്ല മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അങ്ങനെ ഈ വെളിച്ചം ലോകത്തിൽ പരക്കട്ടെ. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. ആ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് പ്രത്യേകാൽ പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുകയാണ്. നിങ്ങൾ പോകുമ്പോൾ ഈ സത്യ വെളിച്ചമായ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കണം. നിങ്ങളിൽ ആ പ്രകാശമുണ്ടായാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ധൈര്യത്തോടും അവരെ സ്നേഹിക്കുവാനും അവരെ നിങ്ങളെപ്പോലെ തന്നെ ബഹുമാനിക്കുവാനും നിങ്ങളിലുള്ള സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാനും കഴിയും. യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ.
നിങ്ങളുടെ ചുറ്റും കാണുന്നതായ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു വിധമായിട്ടുള്ള അന്ധകാര ശക്തികൾക്കും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നതായ കുഞ്ഞുങ്ങളിലേക്ക് ഈ സത്യവെളിച്ചം നിങ്ങൾ പകർന്നു കൊടുക്കുക. ആ സത്യവെളിച്ചം അവരിൽ പകരുമ്പോൾ അവരും ആ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കും. ആ സത്യവെളിച്ചം അവരിലും നിങ്ങളിലും എന്നും പ്രകാശിക്കട്ടെ. യേശു ക്രിസ്തുവാകുന്ന സത്യവെളിച്ചമാണ് ലോകത്തിലേക്ക് വന്നതായ ആ രക്ഷിതാവായ കർത്താവ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ യേശു ക്രിസ്തുവിന് കൊടുക്കാമെങ്കിൽ ആ വെളിച്ചം, ലോകത്തെ പ്രകാശിപ്പിച്ച വെളിച്ചം നിങ്ങളിലും പ്രകാശിക്കും. ആ പ്രകാശം എല്ലാവരിലും പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്കും കഴിയും. നിങ്ങളെ അതിലാക്കിയായിട്ട് ദൈവം ഒരുക്കിയെടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഈ വചനങ്ങളെ കേട്ടതായ എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ ദൈവമക്കളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവെളിച്ചത്തിൽ ഇവരെയും നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവാകുന്ന പ്രകാശം അവരിൽ എല്ലാ കാലത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.